വെൽക്കം ഓൾ. അപ്പം അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് ഫസ്റ്റ് ചാപ്റ്ററായ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിരുന്നു. ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് ഫസ്റ്റ് 2 പാർട്ടുകളും കണ്ടതിന് ശേഷം മാത്രമേ ഈ പാർട്ട് കാണാവൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ലഭിക്കത്തില്ല. അക്കൗണ്ടൻസിക്ക് വളരെ പ്രധാനപ്പെട്ടത് കണ്ടിന്യൂഷനാണ്. സോ ഫസ്റ്റ് 2 പാർട്ടുകളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ, അതായത് സ്ഥാപനത്തിൻ്റെ വാട്സപ്പ് നമ്പർ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ തന്നെ, വീഡിയോയുടെ ഫസ്റ്റിൽ കിടപ്പുണ്ട്. സോ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ നമ്മൾ പാർട്ട് 3ലേക്ക് കടക്കുമ്പോൾ, കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറയാതെ ബാക്കി വെച്ച ഒന്നിൽ നിന്നാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ പറ്റി പറഞ്ഞു, അതിൻ്റെ പ്രൊഫോമ കണ്ടു, അവിടെ നമ്മളൊരു പ്രോബ്ലം ചെയ്തു. സെക്കൻഡ് പാർട്ടിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കണ്ടു, അതിൻ്റെ പ്രൊഫോമ കണ്ടു, അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു. സോ തേർഡ് പാർട്ടിൽ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് 3 അക്കൗണ്ടായിരുന്നു പറഞ്ഞിരുന്നത് ആദ്യം, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. 3 അക്കൗണ്ടിനകത്ത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ബാലൻസ് ഷീറ്റ്, ഈ 3 എണ്ണമാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ആ പ്രിപ്പയർ ചെയ്യുന്നിടത്ത് 2 എണ്ണം നമ്മൾ കണ്ടു, ഇനി ഒന്നുകൂടെ ഉള്ളൂ. അപ്പോൾ ആ ബാലൻസ് ഷീറ്റിന് മുന്നേ ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ആ ഡിഫറൻസ് കൂടെ നോക്കിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ബാലൻസ് ഷീറ്റിലോട്ട് കടക്കാനായിട്ട് പറ്റൂ. ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതിനകത്ത് നമുക്ക് മാർക്ക് ലഭിക്കുന്നത് മാത്രമല്ല, നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണെന്നും കൂടെ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് ഇച്ചിരി ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് ഈ ഡിഫറൻസസിൻ്റെ പ്രത്യേകത. അപ്പോൾ എപ്പോഴും നിങ്ങൾ പഠിക്കുമ്പോൾ ബിസിനസ് സ്റ്റഡീസിലായാലും അക്കൗണ്ടൻസിയിലായാലും ഡിഫറൻസസ് എന്ന് പറയുന്ന കോളം വളരെ നന്നായി പഠിക്കണം. അത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലെന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ആ ചർച്ച ചെയ്യുന്നതിനെ പറ്റി ഒരു അല്പം വ്യക്തത കൂടത്തതേ ഉള്ളൂ. സോ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസസിനകത്ത് ആദ്യം പറയുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഈസ് ലൈക്ക് ആസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ടൈപ്പാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പിന്നോട്ട് മറിച്ച് നോക്കുക. കുറേ ദിവസമായി നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ട്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ P&L അക്കൗണ്ട് പോലെ തന്നെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ നമ്മുടെ എക്സ്പെൻസസ് എഴുതുന്നു, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻകം എഴുതുന്നു. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെന്നല്ല പറയുന്നത്, ഇറ്റ്സ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെയാണ്. കുറച്ച് ഡിഫറൻസസ് ഉണ്ട്, അറിയായിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലാതെ നെറ്റ് ലോസ് ആയിരിക്കും ലഭിക്കുന്നത്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നമുക്ക് അതല്ല ലഭിക്കുന്ന, സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇനി ഇതുപോലെ തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറിയാണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കാശ് അല്ലെങ്കിൽ ബാങ്ക് കിട്ടുന്നോ അത് നമ്മൾ എഴുതും. അതുപോലെ തന്നെ എന്ത് ക്യാഷ് അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ പുറത്തേക്ക് പോകുന്നോ, ക്യാഷ് ബാങ്ക് മാത്രം പുറത്തേക്ക് പോകുന്നു, അത് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു P&L അക്കൗണ്ട് പോലെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ് ആരെന്ന് പറയുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി അപ്പുറത്ത് നമുക്ക് പഠിക്കാനുള്ളത്, ഇറ്റ് ഈസ് ലൈക്ക് എന്ന് പഠിച്ചാലും കുഴപ്പമില്ല, ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ഇത് ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറിയാണ്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന ഇൻകവും എക്സ്പെൻഡിച്ചറും റവന്യൂ നേച്ചറിലുള്ളത് മാത്രമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് എന്താണ് റവന്യൂ നേച്ചറും ക്യാപിറ്റൽ നേച്ചറും തമ്മിലുള്ള വ്യത്യാസം ഞാൻ വളരെ ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് റവന്യൂ നേച്ചർ മാത്രമേ ചെയ്യൂ. ദൈനംദിന പ്രവർത്തനം, ഡേ ടു ഡേ ഓപ്പറേഷൻസിനൊക്കെ വേണ്ടിയുള്ളത് മാത്രമേ ആര് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ലോങ് ബെനിഫിറ്റ് അല്ലെങ്കിൽ നീണ്ടൊരു കാലത്തേക്ക് വേണ്ടിയുള്ളതാണ് ക്യാപിറ്റൽ നേച്ചർ എന്ന് പറയുന്നത്, അത് വരത്തില്ല. അപ്പോൾ ഇവിടെ റവന്യൂ നേച്ചർ മാത്രമേ റെക്കോർഡ് ചെയ്യൂ. പക്ഷേ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, റവന്യൂ ആസ് വെൽ ആസ് ക്യാപിറ്റൽ നേച്ചർ രണ്ടും റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ റവന്യൂ നേച്ചറേ ഉള്ളൂ, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റവന്യൂ ആസ് വെൽ ആസ് ക്യാപിറ്റൽ നേച്ചർ. അപ്പോൾ ഈ അടിവരയിട്ടിരിക്കുന്നത് ഒന്ന് വ്യക്തമായി പഠിക്കുക. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ്, ഇത് സമ്മറി ഓഫ് ക്യാഷ് ബുക്കാണ്, റവന്യൂ നേച്ചർ മാത്രമേ ഉള്ളൂ, ഇത് റവന്യൂ ആസ് വെൽ ആസ് ക്യാപിറ്റൽ നേച്ചർ, 2 നേച്ചറും ഇതിനകത്ത് ഉൾപ്പെടുന്നു. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ 2 ഇത് എഴുതിയെടുക്കണേ, ഇത് നിങ്ങളുടെ ബുക്കിനകത്തോട്ട് നിങ്ങൾ എഴുതിയെടുക്കണം. സോ തേർഡ് വൺ എന്ന് പറയുന്നത്,
ദർ ഈസ് നോ ഓപ്പണിംഗ് ബാലൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നമ്മൾ ജസ്റ്റ് അങ്ങ് തുടങ്ങത്തതേ ഉള്ളൂ, ഓരോ ഐറ്റം വെച്ച് തുടങ്ങത്തതേ ഉള്ളൂ. പക്ഷേ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അങ്ങനെയല്ല തുടങ്ങുന്നത്. നമുക്ക് മേളിലൊരു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നൊരു ഐറ്റം ഉണ്ട്, ഓർമ്മയുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് ചിലപ്പം ക്യാഷ് ഇൻ ഹാൻഡ് ആവാം, അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ആവാം, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആവാം. ഏത് സൈഡിലാണെന്നൊക്കെ ഒന്ന് ഓർത്തോണേ. പെട്ടെന്ന് ഓർക്കാൻ പറ്റാത്തവർ പിന്നോട്ട് മറിക്കുക, ഒരു പ്രൊഫോമ കാണാം, ആ പ്രൊഫോമ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എടുത്ത് വെച്ച് നോക്കിയാലും മതി. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിന് ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടാവും ഓപ്പണിംഗ് ആയിട്ട്. ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഐറ്റംസ് കറണ്ട് ഇയർ ഒള്ളിയാണ്. കറണ്ട് ഇയറിലോട്ട് മാത്രം ഈ വർഷം നടന്ന ഐറ്റംസ് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വരൂ. പക്ഷേ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അതല്ല വരുന്നത്. റിലേറ്റ് ടു പ്രിസീഡിങ് ആൻഡ് സക്സീഡിങ് ഇയർ. ഏത് വർഷത്തെ കാശാണോ അത് ഈ വർഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ വർഷം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തത് ബാലൻസ് അറ്റ് എൻഡ് റെപ്രസെൻറ്റ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ അവസാനം വരുന്നത് ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ബാലൻസിൽ വരുന്നത് ഒന്നുകിൽ ക്യാഷ് ഇൻ ഹാൻഡ് അഥവാ ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ എൻഡിൽ വരുന്നതും ഇപ്പോൾ ഓപ്പണിങ്ങും എൻഡിലും വരുന്നത് ഇതായിരിക്കും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന് ഓപ്പണിംഗ് ഇല്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന് ക്ലോസിങ്ങേ ഉള്ളൂ. ആ ക്ലോസിംഗ് എന്ന് പറയുന്നത് സർപ്ലസോ ഡെഫിസിറ്റോ വരാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പണിംഗ് ആണെങ്കിലോ ക്യാഷോ ബാങ്കോ, ക്ലോസിംഗ് എൻഡിലാണെങ്കിലും ക്യാഷോ ബാങ്കോ. അപ്പോൾ ഈ 5 വ്യത്യാസം ഒന്നുകൂടെ ഒന്ന് നോക്കാം, കാരണം നല്ല ക്വസ്റ്റ്യനാണ്. ആദ്യമൊക്കെ ചോദിക്കാനായിട്ട് വളരെ നല്ല ക്വസ്റ്റ്യനാണ്. ആദ്യം ഇതായിരുന്നു പറഞ്ഞത്, ഇതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പോലെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരു ക്യാഷ് ബുക്കിനെ പോലെയാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ റവന്യൂ നേച്ചർ മാത്രമേ റെക്കോർഡ് ചെയ്യൂ, പക്ഷേ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റവന്യൂ ആസ് വെൽ ആസ് ക്യാപിറ്റൽ നേച്ചർ റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, പക്ഷേ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് സർപ്ലസോ ഡെഫിസിറ്റോ ആയിരിക്കും. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, അത് ബാങ്കോ ക്യാഷോ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റോ ആവാം. അതുപോലെ തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിന് ക്ലോസിംഗ് ബാലൻസും ഉണ്ട്, അത് ക്യാഷോ ബാങ്കോ ഓവർ ഡ്രാഫ്റ്റോ ആവാം. പിന്നെ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ റെക്കോർഡ് ചെയ്യുന്നത് കറണ്ട് ഇയർ ഐറ്റം മാത്രമായിരിക്കും, അല്ലെങ്കിൽ കറണ്ട് ഇയറുമായിട്ട് ബന്ധപ്പെട്ട ഈ വർഷം നടന്ന അല്ലെങ്കിൽ ഈ വർഷമായിട്ട് ഉള്ളത് മാത്രമേ എടുക്കത്തുള്ളൂ. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അങ്ങനെയല്ല. ഈ വർഷം കിട്ടിയത്, കഴിഞ്ഞ വർഷം കിട്ടിയത്, അടുത്ത വർഷം കിട്ടാനിരുന്നത്, അല്ലെങ്കിൽ 10 വർഷം മുമ്പ് കിട്ടാനുള്ളത്, അതെല്ലാം കിട്ടിയെന്ന് പറഞ്ഞാലും ഏത് വർഷമാണോ കിട്ടുന്നത് ആ വർഷം റെക്കോർഡ് ചെയ്യും. വലിയ പാടില്ലെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും എവിടെയെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ ഇതെനിക്ക് മനസ്സിലായില്ല എന്നും പറഞ്ഞൊന്ന് വാട്സപ്പ് ചെയ്യുക, പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ അക്കൗണ്ടാണ്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇൻകം ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് കഴിഞ്ഞു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കഴിഞ്ഞു, ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് കഴിഞ്ഞു. സോ നെക്സ്റ്റ് വൺ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിനെ പറ്റി ഒരുപാട് പറയേണ്ടതായിട്ടില്ല, പേര് തരുന്നുണ്ട് ബാലൻസ് ഷീറ്റ്. നമ്മുടെ എല്ലാ ബാലൻസുകളും ലാസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് എഴുതുന്നതാണ്. ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് 2 സൈഡും ടാലി ആയിട്ടായിരിക്കും. ഇതുവരെ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ചെയ്യുമ്പോൾ ടാലി ആയിട്ടുണ്ടെങ്കിലും പരീക്ഷയ്ക്ക് ടാലി ആയാലൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. എനിക്ക് പോലും എന്ന് പറഞ്ഞാൽ ഞാനും പരീക്ഷയൊക്കെ എഴുതുമ്പോൾ എനിക്കും ടാലി ആവത്തില്ലായിരുന്നു. എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരും, സംഭവിച്ചു പോകും, അങ്ങനെ ടാലി ആയിട്ടില്ല. പക്ഷെ നമുക്ക് അല്പം കറക്റ്റായിട്ടൊക്കെ ചെയ്ത് നോക്കി ചിലപ്പോൾ ടാലി ആയേക്കാം. ഓക്കെ, സോ ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിനെ പറ്റി ഒരുപാട് പറയുന്നില്ല, പക്ഷെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. സാധാരണ ബാലൻസ് ഷീറ്റും നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റുമായിട്ട് വളരെ കുറച്ച് വ്യത്യാസങ്ങളൊന്നും നോക്കണം. സോ ഇതാണ് ഒരു പ്രൊഫോമ ബാലൻസ് ഷീറ്റിൻ്റെ. ബാലൻസ് ഷീറ്റ് നിങ്ങൾ ഹെഡിങ് എഴുതുമ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ഫോർ ദ ഇയർ എൻഡഡ് എന്ന് പറഞ്ഞാൽ എൻഡിങ് എന്ന് പറയാനാണ് എഴുതിയിരുന്നത്. പക്ഷേ ബാലൻസ് ഷീറ്റ് നിങ്ങൾ എഴുതുമ്പോൾ ആസോൺ എന്ന് പറയുന്ന ആ പ്രയോഗമായിരിക്കണം ചേർക്കേണ്ടത്. ഓക്കെ, ബാലൻസ് ഷീറ്റ് ആസോൺ സോ ആൻഡ് സോ, ആ ഡേറ്റ് 31 അല്ലെങ്കിൽ ഡിസംബർ 31 എന്താണെന്ന് വെച്ചാൽ എഴുതുക. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ലയബിലിറ്റി, റൈറ്റ് സൈഡ് അസറ്റ്, അതിലൊന്നും മാറ്റമില്ല. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ക്യാപിറ്റൽ എന്ന് പറയുന്നതിന് പകരം ഇവിടെ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്ന പദമാണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ക്യാപിറ്റൽ തന്നെ മാറ്റമൊന്നുമില്ല, പക്ഷേ അത് ഇവിടെ ഉപയോഗിക്കുമ്പോൾ ക്യാപിറ്റൽ ഫണ്ട് എന്ന് ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുക. ലെസ് ചെയ്യുന്നതിനാണ് ഞാൻ ബ്രാക്കറ്റ് ഇട്ട് കാണിച്ചിരിക്കുന്നത്. ഡെഫിസിറ്റ് ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യുക. ലെസ് ചെയ്തതിന് ശേഷം ബാലൻസ് കിട്ടുന്ന എമൗണ്ട് പുറത്തെഴുതുക. നെക്സ്റ്റ് വൺ, ഞാൻ ഡൊണേഷൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഐ തിങ്ക് 1ാമത്തെ പാർട്ടിലോ 2ാമത്തെ പാർട്ടിലോ എവിടെയാണ്
ഡൊണേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു സ്പെഷ്യൽ പർപ്പസ് ഡൊണേഷൻ, ലെഗസീസ് പോലെ സ്പെഷ്യൽ പർപ്പസ് ഡൊണേഷൻ വരും. ആ സ്പെഷ്യൽ പർപ്പസ് ഡൊണേഷൻ എന്ന് പറയുന്നത് ഇന്ന ആവശ്യം ചെയ്യുന്നതിന് വേണ്ടി, ഇപ്പോൾ ഒരു സ്പോർട്സ് ക്ലബ്ബ് ആണെങ്കിൽ അവിടെ പവലിയൻ കെട്ടുന്നതിനിടെ അല്ലെ പ്ലേ ഗ്രൗണ്ടിന് വേണ്ടി എന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുകയാണ്. ഈ ഡൊണേഷൻ ഇതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരിക്കലും എവിടെ എഴുതാൻ പറ്റില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കാൻ പറ്റില്ല. സോ ഐറ്റം നേരെ എവിടെ വരുമെന്ന് ചോദിച്ചാൽ അത് ബാലൻസ് ഷീറ്റിലാണ് വരുന്നത്. സോ സ്പെഷ്യൽ പർപ്പസ് ഡൊണേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ്. എന്തുകൊണ്ടാണ് ലയബിലിറ്റി സൈഡിൽ വന്നതെന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് ഒരു കാശ് കിട്ടി, 50,000 രൂപ കിട്ടി പവലിയൺ ഒരുക്കുന്നതിന് വേണ്ടി. സോ ഇപ്പോൾ നമ്മുടെ ലൈബിലിറ്റിയാണ്, നമ്മുടെ കയ്യിൽ 50,000 രൂപയുണ്ട്. ഈ 50,000 രൂപയ്ക്ക് നമുക്ക് ഒരു ഉത്തരവാദിത്തമല്ല, ഒരു കടമയാണ്, അത് ചെയ്ത് തീർക്കണം. സോ അതുകൊണ്ടാണ് അത് ലൈബിലിറ്റിയായി മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്യാപിറ്റലൈസ്ഡ് ഐറ്റം. ചില ഐറ്റത്തിന് ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരും. ഉദാഹരണത്തിന് എന്തെങ്കിലും ഇപ്പോൾ ഡൊണേഷൻ അവർ വെറുതെ തന്നിരിക്കുകയാണ്, എന്നിട്ട് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനകത്ത് തരുന്നതാണ്. അഡീഷണൽ ഇൻഫർമേഷനകത്ത് തരും 25% ക്യാപിറ്റലൈസ്ഡ് അല്ലെങ്കിൽ 50% ഓഫ് ഡൊണേഷൻ ക്യാപിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് അഡീഷണൽ ഇൻഫർമേഷനകത്ത് തന്നെ വരും. അപ്പോൾ അതും വന്നാലും നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് കാണിക്കണം. അപ്പോൾ ഈ 3 ഐറ്റമേ ഉള്ളൂ. ഇനി ഐറ്റംസ് വരാം, എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രീപെയ്ഡ്, അതൊക്കെ വരും. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ക്യാപിറ്റലിന് പകരം നമ്മൾ ക്യാപിറ്റൽ ഫണ്ടാണ് ഉപയോഗിക്കേണ്ടത്. സർപ്ലസ് ആഡ് ചെയ്യുക, ഡെഫിസിറ്റ് ലെസ് ചെയ്യുക. സ്പെഷ്യൽ പർപ്പസ് ഡൊണേഷൻ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പവലിയൻ കെട്ടുക, പ്ലേ ഗ്രൗണ്ട് കെട്ടുക, അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിന് വേണ്ടി എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലയബിലിറ്റി സൈഡിൽ ചേർക്കുക. ലാസ്റ്റ് വൺ ക്യാപിറ്റലൈസ്ഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ 25% അല്ലെങ്കിൽ 50% അല്ലെങ്കിൽ 70% ഓഫ് ഡൊണേഷൻ അല്ലെങ്കിൽ 70% ഓഫ് ഇന്നത് അത് ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് എടുക്കുന്നു ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. ചിലപ്പോൾ ക്യാപിറ്റലൈസ് എന്ന് പറയത്തില്ല, അത് നമ്മൾ നെക്സ്റ്റ് ഇയർ, അത് നമുക്ക് ഓരോ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് നോക്കാം. ഓരോ പ്രോബ്ലത്തിൽ ഓരോ തരത്തിലായിരിക്കും വരുന്നത്, നോക്കാവുന്നതേ ഉള്ളൂ. സോ ഇത്രയുള്ള നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് വരുന്നത്. അസറ്റ് സൈഡ് നമ്മൾ സാധാരണ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഫിക്സഡ് അസറ്റ് ഉണ്ട്. ഫിക്സഡ് അസറ്റ് അന്ന് ചിലപ്പോൾ എന്ത് ലെസ് ചെയ്ത് കുറയ്ക്കേണ്ടി വരും, നമ്മൾ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യേണ്ടി വരും. ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക. പിന്നെ വരുന്ന എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ബാങ്ക് ക്യാഷ്, ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച അതേ സെയിം സാധനം തന്നെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സൈഡും ടാലി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ പ്രൊഫോമ. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് ആണ്. ഇനി അങ്ങോട്ട് പ്രോബ്ലംസ് ആണ്, ഇനി കുറച്ചും കൂടെ ഒക്കെ ഉള്ളു തിയറി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. പിന്നെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് ബാലൻസ് ഷീറ്റ് ആയിരുന്നു. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ബാലൻസ് ഷീറ്റൂടെ ഒക്കെ വരുന്ന ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഒരു 2-3 ഐറ്റത്തിനെ നമുക്ക് അല്പം കൂടെ നന്നായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 3 മാർക്കിന് എക്സാമിന് ചോദിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഫുൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനകത്ത് വർക്കിംഗ് നോട്ടായിട്ട് വരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് കുറച്ച് സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് ആണ്. അപ്പോൾ സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് ബേജാറാവേണ്ട കാര്യം അല്ലെങ്കിൽ ഒരുപാട് തലവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. 3 കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്ന്, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനകത്തോട്ട് ഒരു ഇൻകം ക്രെഡിറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ വലതുവശത്ത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം. 2, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മളൊരു എക്സ്പെൻസ് എഴുതുമ്പോൾ അതിന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷൻ തന്നാൽ നമ്മളത് എങ്ങനെ ശ്രദ്ധിക്കണം. 3, സ്റ്റോക്ക് എന്ന് പറയുന്നൊരു ഐറ്റം വന്നാൽ അതെങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളിലൂടെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാഠം കഴിഞ്ഞു എന്ന് പറയാം. പിന്നെ നമുക്ക് ജസ്റ്റ് പ്രോബ്ലമേ ഉള്ളൂ. അപ്പോൾ ഈ പാഠത്തിൽ ഇതുവരെ നമ്മൾ പഠിച്ചത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ബാലൻസ് ഷീറ്റ്, പിന്നെ ഇതുപോലെ കുറച്ച് ഒരു 3 സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റം. അപ്പോൾ അതിൽ ഇന്ന് ആദ്യത്തേതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഇൻകം ടു ബി ക്രെഡിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മളൊരു ഇൻകം ക്രെഡിറ്റ് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അങ്ങനെ ഒരു ഇൻകം ക്രെഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാകാം അവിടെ ഉണ്ടാകാൻ പോകുന്ന സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന അഡ്ജസ്റ്റ്മെൻറ്റിൽ അഡീഷണൽ ഇൻഫർമേഷൻ അവർ തന്നിട്ട് നമ്മളോട് എന്തൊക്കെ ചോദിക്കാം. 4 കാര്യങ്ങൾ, വെറും 4 കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഇത് തന്നെ ആയിരിക്കും എക്സ്പെൻസിൻ്റെ കാര്യത്തിലും. ഒന്നാമത്തത് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നതാണ്.
ഔട്ട്സ്റ്റാൻഡിങ് എന്തായിരിക്കും എന്ന് അറിയാമല്ലോ, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ കിട്ടാനുണ്ട് അല്ലെങ്കിൽ കൊടുക്കാനുണ്ട് എന്നതാണ് അർത്ഥം. ഇൻകം ആണെങ്കിൽ നമുക്ക് കിട്ടാനുണ്ടെന്നും എക്സ്പെൻസ് ആണെങ്കിൽ കൊടുക്കാനുണ്ടെന്നുമാണ് അർത്ഥം. ഉദാഹരണത്തിന് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്. ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകമാണ്, നമുക്ക് കിട്ടാനുള്ളതാണ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള തുക. സാലറി ഔട്ട്സ്റ്റാൻഡിങ്, സാലറി നമ്മൾ കൊടുക്കുന്നതാണ്, എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് കിട്ടാനുണ്ട് അല്ലെങ്കിൽ കൊടുക്കാനുണ്ട്, ഒരു കടം പോലെ അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ഒരു ആസ്തി പോലെ, അസറ്റ് പോലെ കിടക്കുന്ന ഒരു ഐറ്റമാണ്. കഴിഞ്ഞ വർഷം നിങ്ങളത് കണ്ടതായിരിക്കും. ഫൈനൽ അക്കൗണ്ടിനകത്ത് ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ഐറ്റമായിരുന്നു ഇത്. അപ്പം ഈ വർഷം 2 ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഒന്ന് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും രണ്ടാമത്തത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, ഞാൻ പറയുന്ന ഉദാഹരണം വ്യക്തമായി നിങ്ങൾ കേൾക്കണം, അത് കേട്ടാലേ പ്രയോജനമുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് മനസ്സിലാകാൻ സാധ്യതയില്ല. ഉദാഹരണത്തിന് ഒരു 100 ഫാമിലി നമ്മുടെ സ്ട്രീറ്റിലുണ്ട്. ആ 100 ഫാമിലിയും കൂടെ അവരുടെ 10 രൂപ വെച്ചാണ് അവർക്ക് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം എത്രയായി? 1000 രൂപയാണ് ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷനായിട്ട് ലഭിക്കേണ്ട തുക. 100 ഫാമിലി 10 രൂപ വെച്ച് 1000 രൂപ നമുക്ക് സബ്സ്ക്രിപ്ഷനായിട്ട് ലഭിക്കണം. അപ്പോൾ ഇതിലെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു 900 രൂപയെ നമുക്ക് എന്തായിട്ട് കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. നമുക്ക് സബ്സ്ക്രിപ്ഷനായിട്ട് 900 രൂപയെ കിട്ടിയുള്ളൂ. 1000 കിട്ടേണ്ടത്. അപ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 100 രൂപയുണ്ടല്ലോ. ഈ 100 രൂപ കിട്ടാനുള്ള തുകയാണല്ലോ. അപ്പോൾ ഈ കിട്ടാനുള്ള തുകയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വിളിക്കാം. മനസ്സിലായോ? 1000 രൂപ കിട്ടണമായിരുന്നു, പക്ഷെ നമുക്ക് 900 രൂപയെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബാക്കി 100 രൂപ എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, കിട്ടാനുള്ള തുകയാണ്. ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ ഇത് അവസാനമാണ്, അതായത് ഈ വർഷം നമുക്ക് കിട്ടാനുള്ള തുകയാണ്. സോ ഇതിനെ ഞാൻ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വിളിക്കുന്നു. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. എന്തുകൊണ്ടാണ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വിളിച്ചതെന്ന് ചോദിച്ചാൽ, ഇത് ക്ലോസിംഗ് എമൗണ്ട് ആണ്. ക്ലോസിംഗ് എമൗണ്ട് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് അവസാന നിമിഷം അല്ലെങ്കിൽ നമ്മുടെ വർഷാവസാനം ഉണ്ടായ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പറയുന്നത്, നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത് 31/3/2015 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. സോ ആ 31/3/2015 ആണ് ക്ലോസിംഗ് ഡേറ്റ്. അതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുന്നേ 31/3/2014 അല്ലെങ്കിൽ 1/4/2014 എന്ന് പറയുന്നതായിരിക്കും എൻ്റെ ഓപ്പണിംഗ് ഡേറ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും മാത്രം അങ്ങ് പഠിച്ചു വെക്കുക. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് വരുന്നതെങ്കിൽ നിങ്ങളതിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കിടക്കുന്നതെങ്കിൽ, ക്വസ്റ്റ്യനകത്ത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നാണ്, നിങ്ങളതിനെ എന്ത് ചെയ്ത് മാറ്റണം? ലെസ് ചെയ്ത് മാറ്റണം. അതിൻ്റെ അങ്ങനെ കാണാതെ പഠിച്ചു വെക്കുന്നവർ ഒരു കാര്യം കൂടെ ചെയ്യണം. അതെന്താണ് അതിൻ്റെ അടിസ്ഥാനത്തോടെ മനസ്സിലാക്കണം. ചിന്തിച്ച് നോക്കുക, എനിക്ക് 1000 രൂപയായിരുന്നു ഈ വർഷം ഇൻകം കിട്ടേണ്ടത്. 1000 രൂപയല്ലേ എനിക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടേണ്ടത്. എനിക്ക് 900 രൂപയെ കിട്ടിയുള്ളൂ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ എൻ്റെ ഇൻകം 900 ആണെന്ന്? തെറ്റാത്. എൻ്റെ ഇൻകം എത്ര തന്നെ? 1000 തന്നെ. പക്ഷേ എനിക്ക് 900 രൂപയെ കിട്ടിയുള്ളൂ. അപ്പോൾ ആ ബാക്കി 100 എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യണം. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ അതിനെ എന്ത് ചെയ്ത് മാറ്റണം? ലെസ് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്തത് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന സംഗതിയാണ്. ഓക്കെ. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന സംഗതിയാണ് അടുത്തതെന്ന് പറയുന്നത്. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ടേ, മുൻകൂർ കിട്ടുക. പ്രീപെയ്ഡ് എന്ന് നമ്മൾ പറയും. പ്രീപെയ്ഡ് നമുക്ക് മുൻകൂർ കിട്ടി, നേരത്തെ കിട്ടി. ഞാനൊരു ഗൾഫുകാരൻ്റെ ഉദാഹരണം പറഞ്ഞതുപോലെ വീണ്ടും ഞാൻ ഉദാഹരണത്തിലോട്ട് വരികയാണ്. ഉദാഹരണം പറഞ്ഞപ്പോൾ നമുക്കിവിടെ എത്ര ഫാമിലി ആയിരുന്നു? 100 ഫാമിലി. ഒരു ഫാമിലി 10 രൂപ വെച്ച്, ഇങ്ങനെ മൊത്തം 1000 രൂപ. ഇത് 2019 കണക്കാണ്. 2019 കണക്കാണ്.
അപ്പോൾ 2019 എനിക്ക് 1000 രൂപയാണ് കിട്ടേണ്ടത്. ഒരു ഗൾഫ് ഫാമിലി ഉണ്ടായിരുന്നു, അവർ 2019 നാട്ടിലുണ്ടായിരുന്നു, അവരുടെ അടുത്ത വർഷത്തെ കാശ് കൂടെ തന്നിട്ട് പോയി. അപ്പോൾ എനിക്ക് ഈ വർഷം മൊത്തം എത്ര രൂപ കിട്ടി? 1100 രൂപ. അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് 1100 രൂപ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് ഈ വർഷം. തെറ്റാണ്. എനിക്ക് ഈ വർഷം എത്ര ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ? 1000 രൂപയേ ഉള്ളൂ. ആ ബാക്കി 100 രൂപ എന്ന് പറയുന്നത് ഏത് വർഷത്തെയാണ്? അടുത്ത വർഷത്തെ എനിക്ക് മുൻകൂർ കിട്ടിയതല്ലേ. അപ്പം ഞാൻ അവിടെ 100 രൂപ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എനിക്ക് ഈ വർഷം എത്രയേ ഉള്ളൂ? എനിക്ക് ഓരോ വർഷം എത്ര ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? വെറും 1000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് 1100 രൂപ കിട്ടിയപ്പോൾ അതിനകത്ത് ഈ അഡീഷണൽ വരുന്ന 100 രൂപ ഞാനിവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിന് എന്ത് ചെയ്ത് കളയണം? ലെസ് ചെയ്യണം, കുറച്ച് കളയണം. എന്തിനാണ് കുറച്ച് കളയുന്നത് മനസ്സിലായോ? എനിക്ക് 1100 രൂപ കിട്ടി, പക്ഷെ 1100 എൻ്റെ സബ്സ്ക്രിപ്ഷൻ അല്ല. എൻ്റെ സബ്സ്ക്രിപ്ഷൻ 1000 രൂപ മാത്രമേ ഉള്ളൂ. സോ ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസിലെ ക്ലോസിംഗ് പ്രീപെയ്ഡ് ആണെങ്കിൽ നിങ്ങൾ ലെസ് ചെയ്യുക, ഓപ്പണിംഗ് പ്രീപെയ്ഡ് ആണെങ്കിൽ ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒന്ന് തലതിരിഞ്ഞിരിക്കുകയാണ്. നോക്കിയാൽ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക. അപ്പോൾ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ നേരെ തലതിരിഞ്ഞതാണ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്, അത് ലെസ് ചെയ്യുക. ഓക്കെ. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആളാണ് ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ്, ഇവിടെ എന്തായി? റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പോൾ ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിരുന്നു നിങ്ങൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി പ്രയാസമായിരിക്കും ഇതിനകത്ത് പ്രോബ്ലങ്ങൾ ചെയ്ത് മാറ്റുന്നതിനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 2-3 പ്രോബ്ലം ഇന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ കണ്ട അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലമാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്പെസിഫിക് ഐറ്റത്തിനകത്ത് സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് ആദ്യം പറഞ്ഞത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനകത്ത് ക്രെഡിറ്റ് ചെയ്യേണ്ട കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഇപ്പോൾ ഒരു ഐറ്റം ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അതിന് നല്ലൊരു ഉദാഹരണമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും 3 മാർക്കിനോ 4 മാർക്കിനോ ഏത് പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. രാഷ്ട്രീയ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള കണക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് ദ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 ഡിസംബർ 2013. മലയാളം, തന്നിരിക്കുന്ന വിവരങ്ങൾക്കനുസൃതമായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ്റെ തുക എത്രയെന്ന് കണ്ടുപിടിക്കുക, കണക്കാക്കുക. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡിസംബർ 31, 2013. അപ്പോൾ നമ്മുടെ ക്ലോസിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ക്ലോസ് ചെയ്യുന്ന ഡേറ്റാണ് 31 ഡിസംബർ 2013. അപ്പോൾ അതായിരുന്നു നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസംബർ 31, 2013 ക്ലോസിംഗ് ഡേറ്റ് ആയാൽ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം 1 വർഷം മുന്നേ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 31 ഡിസംബർ 2012 അഥവാ 1 ജനുവരി 2013. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ 2013. ഈ വർഷം നമ്മൾ 2013 കണക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ വർഷം നമുക്ക് കിട്ടിയ എമൗണ്ട് ആണ് ഈ കിടക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ 2013 എന്ന് പറഞ്ഞ് കിടക്കുന്ന എമൗണ്ട് 12300. ഇനി ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യം ഓർത്ത് വെക്കണം. നേരത്തെ പഠിച്ചത് ഞാൻ ഒന്നുകൂടെ പറയാം. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതല്ല ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ലെസ് ചെയ്യണമെന്ന് പറഞ്ഞു. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ലെസ് ചെയ്യണമെന്ന് പറഞ്ഞു. ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലെസ് ചെയ്തെങ്കിൽ ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞു വെച്ചത്. ഇനി നോക്കൂ പ്രോബ്ലത്തിൽ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 2013 12300. ഈ വർഷം 12300 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ആ കിടക്കുന്ന ഡേറ്റ് നോക്കി ഓപ്പണിംഗ് ഡേറ്റ് ആണ്. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണമെന്ന് പഠിച്ചിട്ടുള്ളത്? ലെസ് ചെയ്യണം. അപ്പോൾ ഈ 900 ഈ പറയുന്ന 12300 ലെസ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്താണ്? ക്ലോസിംഗ് ഡേറ്റ് ആണ്. എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അടുത്ത സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസിൻ്റെ കാര്യം എങ്ങനെ ഓർത്ത് നോക്കണം. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റ് ആണ്, നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ക്ലോസിംഗ് ഡേറ്റ് ആണ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന 18300 ഈ എമൗണ്ട് കുറച്ച് ഈ എമൗണ്ട് കൂട്ടി ഈ എമൗണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കിട്ടും. ഇതിൻ്റെ ആൻസറാണ് നെക്സ്റ്റ് ഈ കാണാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ആൻസർ.
എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ്. ആ പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ. ഇങ്ങനെ വേണം നിങ്ങൾ എക്സാമിന് ഉത്തരം എഴുതുന്നത്. ഇങ്ങനെ ആയിരിക്കണം. പർട്ടിക്കുലേഴ്സ്, ഒരു ഇന്നർ കോളം എമൗണ്ട്, ഔട്ടർ കോളം എമൗണ്ട്. നമ്മൾക്ക് ചെയ്യേണ്ട ക്രിയകളെല്ലാം ഇന്നർ കോളത്തിലായിരിക്കണം, ബാക്കിയുള്ളതെല്ലാം പുറത്ത്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 2013, ഔട്ടർ കോളം 12300. ഇനി ആഡ് ചെയ്യേണ്ട, നമ്മൾ കഴിഞ്ഞ വർഷം ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചല്ലോ. അപ്പോൾ ആഡ് ചെയ്യേണ്ടതെല്ലാം ആഡ് ചെയ്യും, പിന്നെ ശേഷം ലെസ് ചെയ്യേണ്ടത് ലെസ് ചെയ്യും. സെയിം അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. പിന്നെ ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആഡ് ചെയ്യണം. അതുകൊണ്ട് ആ ആഡ് ചെയ്ത എമൗണ്ടാണ് ഇതായി കിടക്കുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത എമൗണ്ടാണ് ഇതാണ്ട് ഈ കിടക്കുന്നത് 20,350 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലെസ് ചെയ്യാനുള്ള ഐറ്റം, അതുകൊണ്ട് 2 ഐറ്റമാണ് ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 ഐറ്റവും കൂടെ 1440. ഇത് ലെസ് ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റ് ഇട്ട് കാണിച്ചിരിക്കുന്നത്. അത് ലെസ് ചെയ്യുമ്പോൾ നടി തുക. അപ്പോൾ ഇത്രയും തുകയായിരിക്കണം നമ്മളവിടെ കാണിക്കേണ്ടത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനകത്ത് കാണിക്കേണ്ടതായിട്ടുള്ള തുക. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്തിട്ട് ആർക്കെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ വീഡിയോയുടെ ആദ്യമേ വാട്സപ്പ് നമ്പറുണ്ട്, വാട്സപ്പ് നമ്പറിനകത്ത് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. കിട്ടിയില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു 2-3 പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോബ്ലം കൂടെ വർക്കൗട്ട് ചെയ്യുക. ഇത് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഇത് അത്ര നന്നായിട്ട് ഉറച്ചിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതും വർക്കൗട്ട് ചെയ്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചെന്നാൽ ശരിയാണോ ആൻസർ അതിനകത്ത് കിടപ്പുണ്ട് ഓൾറെഡി. ആർക്കെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി. ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ കണ്ട് ഇപ്പോൾ ചെയ്ത മോഡൽ അതേ മോഡലിൽ തന്നെ കോളമൊക്കെ വരച്ച് ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഹെഡിങ് കൊടുക്കണം. എൻ്റെ നേരത്തെ കണ്ടതിനകത്ത് തന്നെ ഹെഡിങ് കിടക്കുന്നുണ്ടോ, എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് ഹെഡിങ് കിടക്കുന്നുണ്ടോ. അതുകൊണ്ട് ഈ ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് കൊടുക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ ആൻസർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പോസ് ചെയ്തിട്ടെടുക്കുക, ചെയ്ത് നോക്കുക, ആൻസർ കിട്ടും. ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരെണ്ണം മാർച്ച് 2014 നിങ്ങളുടെ പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ പാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയയ്ക്കുക, ഞാനതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ 1 ഐറ്റം കഴിഞ്ഞു. ഇനി 2 ഐറ്റോടുണ്ട്. ആ 2 ഐറ്റോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ പ്രോബ്ലം ആയിരിക്കും. അറൗണ്ട് ഒരു 10-12 പ്രോബ്ലമെങ്കിലും കഴിവത് ഞാൻ ചെയ്യിപ്പിക്കും. അത് ചെയ്തതിന് ശേഷം അത് മതി എന്നൊന്നും വിചാരിച്ചിരിക്കരുത്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. കഴിവതും ഒരാഴ്ച 1 ദിവസമെങ്കിലും പ്രാക്ടീസ് ചെയ്ത് പോവുക. ഓക്കെ.